ഇത് ഉച്ച സമയമാണ്. ഹോട്ടലിൽ കസ്റ്റമേഴ്സ് ഇരിക്കുകയായിരുന്നു. മോഹൻ വളരെ ദേഷ്യക്കാരനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹം എപ്പോഴും കസ്റ്റമേഴ്സിനോട് വഴക്കിട്ടുകൊണ്ടേ ഇരിക്കും. അദ്ദേഹത്തിന്റെ ഭാര്യ ചംകി കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ജോലിക്കാരൻ ലലൻ കസ്റ്റമറിന് ആഹാരം നൽകുകയായിരുന്നു. ചേട്ടാ മോഹൻ ചേട്ടാ, പരിപ്പിൽ ഉപ്പ് കുറവായിട്ടുണ്ട്. എടാ, ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ വന്നതോ കുറെ പറയാനാ? നിന്റെ തെളിവ് ഇങ്ങനെ കാണിക്കല്ലേ? ചേട്ടാ, കാശ് കൊടുത്താണ് ഭക്ഷണം കഴിക്കുന്നത്, കുറച്ച് നന്നായിട്ട് ചെയ്യ്. ഇത് നിന്റെ അച്ഛന്റെ ഹോട്ടലാണോ? നിനക്ക് ഇഷ്ടമില്ലെങ്കിൽ കഴിക്കരുത്. കസ്റ്റമേഴ്സ് പിറുപിറുക്കാൻ തുടങ്ങി. ചിലർ കഴിക്കുന്നത് വിട്ടിട്ട് പുറത്തേക്ക് പോയി. വരുന്നവരെയൊക്കെ ഇങ്ങനെ വിരട്ടിക്കൊണ്ടിരുന്നാൽ പിന്നെ എങ്ങനെ ഹോട്ടൽ നടത്താനാണ്? നീ ഒന്നും മിണ്ടാതിരിക്കെ. ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയാം. സമയം വൈകുന്നേരമായി. തലവൻ ബോല പ്രസാദ് വീട്ടിന്റെ വാതിൽക്കൽ നിൽക്കുകയായിരുന്നു. അംബാദേവി, അതായത് മോഹന്റെ മുത്തശ്ശി, കതകിനടുത്ത് നിൽക്കുകയായിരുന്നു. അംബാദേവി, മോഹന്റെ ദാബയിൽ ദിവസം പ്രശ്നമാണ് നടക്കുന്നത്. ഇന്ന് അവൻ എന്നെയും വഴക്കു പറഞ്ഞു. എനിക്കറിയാം, പക്ഷെ ഞാൻ പറയുന്നത് അവൻ കേൾക്കുന്നില്ലല്ലോ. ഞാൻ അവന് പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കാം. മോഹൻ അകത്തു നിന്ന് കേൾക്കുകയായിരുന്നു. എന്നിട്ട് പുറത്തേക്ക് വന്നു. മുതലാളി, നിങ്ങൾക്ക് വേറെ ഏതും പണിയില്ലേ? എപ്പോഴും എന്നെ പറ്റി കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. മോനെ, ഇതിന് നിന്റെ നല്ലത് വേണ്ടിയാണ് പറയുന്നത്. ഒരു പക്ഷേ ഇങ്ങനെ തന്നെ നടന്നാൽ പിന്നെ നിന്റെ ഡാബായും അടച്ചു പോവും, പിന്നെ നിന്റെ മര്യാദയും പോവും. മര്യാദനെ പറ്റി എനിക്കൊന്നും പ്രശ്നമല്ല. വിശപ്പ് മാറ്റാനായിട്ട് ഡാബ നടത്തുന്നത്. നിങ്ങൾ പോവാം. തലവൻ വളരെ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. അംബാദേവി മോഹനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, തേ നോക്കു മോനെ, ഇങ്ങനെ വഴക്കിട്ടാൽ എങ്ങനെ കാശുണ്ടാക്കാനാകും? മുത്തശ്ശി, നിങ്ങളും തന്നെ അതേ കാര്യങ്ങൾ പറയരുത്. ഞാൻ എങ്ങനെ ഉള്ളതോ അങ്ങനെ തന്നെ ഉണ്ടാവും. രാത്രി സമയത്ത് മോഹനും ചംകിയും രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. ദേ നോക്കൂ, ദിവസം മുഴുവൻ നിങ്ങൾ ഹോട്ടലിൽ വഴക്കുണ്ടാക്കുകയാണ്. പക്ഷെ യഥാർത്ഥ ഖജാന ഈ വീട്ടിലാണ് മറിഞ്ഞിരിക്കുന്നത്. എന്താ പറയുന്നേ? നിങ്ങളുടെ മുത്തച്ഛൻ അലമാരിക്കകത്ത് ഒരുപാട് സ്വർണങ്ങൾ പൂട്ടി വെച്ചിരിക്കുന്നു. പക്ഷെ നിങ്ങളുടെ മുത്തശ്ശി അത് ആരെയും തൊടാൻ സമ്മതിക്കുന്നില്ല. എടാ, പിന്നെ എന്തിനാ മുത്തശ്ശിയോട് ചോദിക്കാതെ? അവർ അത്ര എളുപ്പത്തിൽ നമുക്ക് തരുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നമ്മൾ അത് ചെലവാക്കി കളയുമെന്ന് അവർ പേടിക്കുന്നു. മോഹൻ ചിന്തിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം രാവിലെ വളരെ ദേഷ്യത്തോടെ മോഹൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, എനിക്ക് അലമാരിന്റെ താക്കോലുത്താ. എന്തിനാ? അതില് മുത്തശ്ശന്റെ ഖജാന ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്റെ കടം തീർക്കാൻ പോകുന്നു. പറ്റില്ല, നിനക്ക് വേണ്ടി ആ ബീറോ ഞാൻ തുറക്കില്ല. പിന്നെ ഞാൻ എപ്പോഴും പാവപ്പെട്ടവനായിട്ട് ഇരിക്കണമോ? അങ്ങനെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചാൽ നിനക്കായി നീ ഖജാനയിൽ ചേർത്ത് വെക്കും. അടുത്തവരുടെ കാശ് എന്തിനാണ് നിനക്ക്? നിങ്ങൾക്ക് എന്നെ കുറിച്ച് ഒരു ആലോചനയില്ല. നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നെ നോക്കുന്നത്. മോഹൻ ദേഷ്യത്തോടെ അവിടെ നിന്നും പോയി. മുത്തശ്ശി അവനെ നോക്കിക്കൊണ്ടേ നിന്നു. പക്ഷെ അവർ ഒന്നും മിണ്ടിയില്ല. സമയം ഉച്ചയാണ്. ജമീന്ദാർ ബൽദേവ് സിംഗ് തന്റെ 2 ജോലിക്കാരോടൊപ്പം മോഹന്റെ വീട്ടിലേക്ക് വന്നു. അംബാദേവി, മോഹൻ വീട് പണയം വെച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. എന്ത് വീട് പണയത്തിലാണെന്നോ? ഇത് തീർച്ചയായും നുണയാണ്. നീ കടം തിരിച്ചു തന്നിട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ മോഹനെ കണ്ടോളും. മുത്തശ്ശി വളരെ പേടിച്ച് മോഹനെ വിളിച്ചു. മോഹൻ, നീ എന്താണ് മോനെ ചെയ്തു വച്ചിരിക്കുന്നത്? മുത്തശ്ശി, ഈ വീടിനെ കാപ്പാറ്റാൻ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ആ അലമാരിന്റെ താക്കോലുത്താ. മുത്തശ്ശി ദീർഘശ്വാസം വലിച്ചു. എന്നിട്ട് ബീറോ തുറക്കാനായി മുറിയിലേക്ക് ചെന്നു. മുത്തശ്ശി ബീറോ തുറന്നു. മോഹനും ചംകിയും അത് സൂക്ഷിച്ചു നോക്കി. അതിൽ പഴയ പേപ്പേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇതെന്താ കളിയാണ്? ഇതിൽ വെറും പേപ്പേഴ്സ് ആണ് ഉള്ളത്. ഇതാണ് നിന്റെ മുത്തച്ഛന്റെ ഖജാന. മോഹൻ ദേഷ്യത്തോടെ ആ പേപ്പർ മറിച്ചു നോക്കി. അതിലെ ഒരു പേപ്പർ അവൻ ശ്രദ്ധിച്ചു. വർത്ത സമൂസ റെസിപ്പി. എന്താ ഇത്? നീ കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണെങ്കിൽ ഈ ഖജാനയെക്കാളും കൂടുതൽ സമ്പാദിക്കാനാകും. മോഹൻ ആഴ്ന്നു ചിന്തിക്കാൻ തുടങ്ങി. പിന്നെ ഇതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ മാറ്റത്തിന് കാരണമായത്. മോഹൻ ദേഷ്യത്തോടെ ചെന്ന് കട്ടിലിൽ ഇരുന്നു. ആ റെസിപ്പി പേപ്പർ അദ്ദേഹത്തിന്റെ കയ്യിലായിരുന്നു. ചംകി അടുത്തായിരുന്നു, പക്ഷെ അവൾ വിഷമത്തോടെയായിരുന്നു. ഇത് എന്താ കളിയാണ്? ഞാൻ അലമാരിയിൽ സ്വർണം വയറും ഉണ്ടാകുമെന്ന് വിചാരിച്ചു. പക്ഷേ ഇതിൽ വെറും സമോസയുടെ റെസിപ്പി മാത്രമാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾ എന്തു ചെയ്യാൻ പോവുകയാണ്? പിന്നെ എന്താ ചെയ്യും? വിശപ്പിൽ മരിക്കുന്നത് കാട്ടും ഒരു വഴിയും ഇല്ല. ഒരു വട്ടം ശ്രമിച്ചു നോക്കുവന്നേ. ഒരുപക്ഷെ ഇത് സക്സസ് ആയാലോ? മോഹൻ റെസിപ്പി പേപ്പർ വലിച്ചെറിഞ്ഞു.
ചംകി അത് എടുത്തുകൊണ്ട് അവിടെ നിന്നും പോയി. രാത്രി മുഴുവൻ മോഹൻ സമാധാനമില്ലാതെ കിടക്കുകയായിരുന്നു. മോഹൻ വെറുതെ ഇരിക്കുകയായിരുന്നു. അവിടെ ഒരു കസ്റ്റമറും വന്നില്ല. അദ്ദേഹം വിശപ്പ് താങ്ങാനാവാതെ ആ റെസിപ്പി എടുത്ത് വായിക്കാൻ തുടങ്ങി. എന്റെ മുത്തശ്ശി പറഞ്ഞതുപോലെ ഇത് ഖജാനയെക്കാളും കുറവില്ലായിരുന്നാൽ ഒരു പ്രാവശ്യം നമ്മൾ ഇത് ശ്രമിച്ചു നോക്കാം. അദ്ദേഹം എണീറ്റ് ഹോട്ടലിനകത്തേക്ക് ചെന്നു. എന്നിട്ട് കത്തിരിക്ക ഭർത്ത ചെയ്തു. ചംകി അത് ശാന്തമായി നോക്കിക്കൊണ്ട് നിന്നു. നിങ്ങൾ ശരിക്കും ചെയ്യുകയാണോ? ആ, പക്ഷേ ഇതിനെപ്പറ്റി എവരിനോടും പറയരുത്. കാരണം മോശമായിട്ട് ചെയ്താൽ എല്ലാവരും ചിരിക്കും. മോഹൻ സമൂസ ചെയ്തു. പക്ഷെ അതിന്റെ രുചി അത്ര നന്നായിരുന്നില്ല. മോഹൻ വളരെ ദേഷ്യത്തോടെ മുത്തശ്ശിയെ കാണാൻ ചെന്നു. മുത്തശ്ശി, നിങ്ങൾ എന്താ പറഞ്ഞു? ഈ റെസിപ്പി ഖജാനയെക്കാട്ടും കുറവില്ല എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ ചെയ്ത സമോസ അത്രയും നന്നായിട്ടൊന്നല്ല. വളരെ കഷ്ടപ്പെട്ട് അധ്വാനിക്കുന്നവർക്ക് മാത്രമേ ഖജാന കിട്ടുള്ളൂ. റെസിപ്പി വായിക്കുന്നത് കൊണ്ട് മാത്രം അത് രുചിയുള്ളതാവില്ല. മുത്തശ്ശി എണീറ്റ് കിച്ചണിലേക്ക് ചെന്നു. എന്നിട്ട് മസാല ശരിയായി റെഡിയാക്കി മോഹന് കാണിച്ചു കൊടുത്തു. വെറുതെ മാവ് വിരവി ചെയ്യുന്നത് കൊണ്ട് മാത്രം സമൂസയാകില്ല. ഇത് രുചിയുടെയും കഠിന അധ്വാനത്തിന്റെയും അടയാളമാണ്. എന്ന് വെച്ചാൽ ഞാൻ വീണ്ടും ചെയ്യണോ? തീർച്ചയായും. പക്ഷെ ഇത്തവണ ആത്മാർത്ഥമായി അത് ചെയ്യേ. മോഹൻ വീണ്ടും ആ സമൂസ ചെയ്തു. പക്ഷെ ഇത്തവണ രുചി വളരെ നന്നായിരുന്നു. മോഹൻ ആദ്യമായി തന്റെ കസ്റ്റമേഴ്സിന് തന്റെ പുതിയ സമൂസ വിളമ്പി. ചേടാ, ഈ സമോസ അടിപൊളിയായിട്ടുണ്ട്. ഇതിലെ ഉരുളക്കിഴങ്ങ് ഇല്ലേ? ഇങ്ങനെ ഒരു സമോസ ഞാൻ എപ്പോഴും കഴിച്ചിട്ടേ ഇല്ല. പതുക്കെ പതുക്കെ ഗ്രാമത്തിൽ വാർത്താ സംശയെക്കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി. മോഹൻ കട്ടിലിരുന്നു കൊണ്ട് എന്തോ ചിന്തിക്കുകയായിരുന്നു. മുത്തശ്ശി അവിടേക്ക് വന്നു. ഇപ്പോഴെങ്കിലും മനസ്സിലായോ യഥാർത്ഥ ഖജാന എന്ന് വെച്ചാൽ എന്താണെന്ന്? അതെ മുത്തശ്ശി, അധ്വാനത്തിനേക്കാളും വലിയ ഖജാന ഇല്ല. ഇപ്പോൾ ഞാൻ ശരിക്കും എന്റെ തെറ്റിനെ ശരിയാക്കും. മുത്തശ്ശി വളരെ സന്തോഷത്തോടെ മോഹനെ നോക്കി. മോഹൻ ഇപ്പോൾ ആത്മാർത്ഥതയോടുകൂടി വീണ്ടും തന്റെ ഹോട്ടൽ നടത്തണമെന്ന് തീരുമാനിച്ചു. കുറച്ചു ദിവസങ്ങളിൽ ആ ഹോട്ടൽ മുൻപത്തെക്കാളും വളരെ നന്നായി. പഴയ മരച്ചെയറും ടേബിളും ഇരുന്ന സ്ഥലത്ത് പുതിയ ടേബിളും ചെയറും വന്നു. മോഹൻ കൗണ്ടറിൽ നിൽക്കുകയായിരുന്നു. ചംകി ഓർഡർ എടുത്തുകൊണ്ടിരുന്നു. ചേടാ മോഹൻ, ഈ ഭർത്ത സമോസ അടിപൊളിയായിട്ടുണ്ട്. ആൾക്കാർ ഇതിനെ കഴിക്കാനായിട്ട് വളരെ ദൂരെ നിന്നും വരുന്നു. ചേട്ടാ, ഇപ്പോൾ നിങ്ങളുടെ സമോസ നമ്മുടെ മൊത്ത ഏരിയാവിലും ഫേമസ് ആയി. ആ സമയത്താണ് ഗ്രാമത്തിലെ ജമീന്ദാർ ബൽദേവ് സിംഗ് അവിടേക്ക് വന്നത്. അദ്ദേഹത്തെ കണ്ടിട്ട് ശാന്തരായി. എന്താ മോഹൻ, ഇപ്പോഴൊക്കെ നിന്റെ ഡാബ വളരെ ഫേമസ് ആയിട്ടുണ്ടല്ലോ. അതേ മുതലാളി, എല്ലാം അധ്വാനം കൊണ്ട് തന്നെയാണ്. ശരി, എനിക്കും ഒരു സമോസ കൊണ്ടുവാ. മോഹൻ തന്റെ കൈകൊണ്ട് രുചിയുള്ള സമൂസ ഉണ്ടാക്കി. എന്നിട്ടത് ജമീന്ദാറിന് വിളമ്പിക്കൊടുത്തു. ബൽദേവ് സിംഗ് ആദ്യത്തെ ഭാഗം കഴിച്ചിട്ട് വളരെ ആശ്ചര്യപ്പെട്ടു. ഓ, ഇങ്ങനെ ഒരു സമോസ ഞാൻ ഇതിനു മുൻപ് എപ്പോഴും കഴിച്ചിട്ടില്ല. ഇപ്പോൾ ഞാൻ നിങ്ങളുടെ കടം തീർച്ചയായും തിരിച്ചു തരും. എല്ലാ മാസവും ഞാൻ നിങ്ങൾക്ക് പണം തരും. ചേടാ, ഇപ്പോഴെന്തിനാ അതിനെ പറ്റി? നിന്റെ സമോസ ഇത്രയും ഫേമസ് ആയിട്ടുണ്ടല്ലോ, അപ്പോൾ കാശ് താനായിട്ട് വന്നു ചേരും. ഗ്രാമത്തിലെ ജനങ്ങളൊക്കെ കൈതട്ടി. പിന്നെ ആ ഹോട്ടൽ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു. മോഹൻ തന്റെ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെന്നു. മുത്തശ്ശി, നിങ്ങൾ ശരിയാണ് പറഞ്ഞത്. ശരിക്കുമുള്ള ഖജാന അധ്വാനവും നേർമയും തന്നെയാണ്. നിങ്ങൾ പറഞ്ഞതാണ് ഇപ്പോഴെന്റെ വിജയത്തിന് കാരണമായി. അംബാദേവി വളരെ സന്തോഷത്തോടെ, ഇന്ന് നിന്നെ കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു മോനെ. ചംകിയും അടുത്തേക്ക് വന്നു. ഇപ്പോൾ നമ്മൾ സിറ്റിയിൽ ഒരു ഹോട്ടൽ ഓപ്പൺ ചെയ്യണം അമ്മേ. എല്ലാരും സന്തോഷം കൊണ്ട് ചിരിച്ചു. ഗ്രാമത്തിലെ ജനങ്ങൾ മൊത്തം കൂടി നിന്നു. മോഹൻ തന്റെ ഹോട്ടലിന് പുറത്തു നിൽക്കുകയായിരുന്നു. അവിടെ ഒരു വലിയ ബോർഡ് തൂക്കിയിട്ടിരുന്നു. അതിൽ എന്തെഴുതിയിരുന്നാൽ വർത്ത സമൂസ ഹോട്ടൽ. മോഹൻ വിജയിക്കട്ടെ, ഭർത്ത സമോസ വിജയിക്കട്ടെ. മോഹൻ വളരെ സന്തോഷത്തോടെ തന്റെ ഹോട്ടൽ നോക്കി. അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ പ്രകാശമുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ ആത്മവിശ്വാസം അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനാക്കി മാറ്റി.